വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ബ്രെഡ് ചീസ് ബോൾ ആണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ. അപ്പം ഞാൻ എല്ലാ ബ്രെഡിൻ്റെയും സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ ബ്രെഡും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. നമുക്കിത് ചെറുതാക്കി ഒന്ന് ഇട്ട് കൊടുക്കാതെ. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ദേ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തത് പൊടിച്ചെടുത്തതാണിത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. ഇത് സാധാരണ പച്ചവെള്ളം തന്നെയാണത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന മാതിരി തന്നെ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത് നന്നായിട്ട്. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിംഗ് ബോർഡിൽ വെച്ച് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 16 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്താണ് ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തേക്കുന്നത്. അത് ബ്രെഡിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബ്രെഡ് എടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കോഴിമുട്ട വേണം. അത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമുക്കൊന്ന് കലക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണിത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് ചീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് നമുക്ക് ചെറിയ ബോളുകളാക്കി എടുക്കണം. ഇതുപോലെ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ചീസ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബോൾ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ബോളുകളും ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം ഞാനെല്ലാം ഇത് ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം. ഈ ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. നമുക്കൊരു പ്രാവശ്യം കൂടെ മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം. നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിൽ ഒരു കോട്ടും കൂടി ചെയ്യാം.
ഇതുപോലെ നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ ബോളും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഇപ്പം നമുക്കിങ്ങനെ തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് വെന്ത് കിട്ടണം. ഒരു 2 പ്രാവശ്യം കോട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് വറുത്ത് വരുമ്പോൾ നല്ല മുരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അതിനാണ് 2 പ്രാവശ്യം നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ബോളൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വാങ്ങാൻ നേരത്തെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങിയെടുക്കാം. ഇത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ബ്രെഡും ചീസും അതുപോലെ ഒരു മുട്ടയുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്